ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹാർദവമായ സ്വാഗതം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം 22-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ ശക്തി പകരുന്ന, നമുക്ക് പ്രത്യാശ പകരുന്ന വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം, അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും നമ്മുടെ ഹൃദയത്തിൽ ഇത്രത്തോളം ടച്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ലോകത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ പണക്കാരനായാലും ഉന്നതങ്ങളിലുള്ളവരായാലും ശരി, ലീഡേഴ്സ് ആയാലും ശരി, ഏത് തരത്തിലുള്ള ആൾക്കാരായാലും ശരി, ഭാരം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉള്ളതാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലർക്കും ഭാരങ്ങളുള്ളവരാണ്. ഓരോ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഫിനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ഒരു പക്ഷേ സമാധാനമില്ലാതെ സന്തോഷമില്ലാത്തവരായിരിക്കാം, ഫാമിലി പ്രോബ്ലംസ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ഭാരമുണ്ട്, ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ വേദനകളുണ്ട്, ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ കഷ്ടങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇന്ന് ഇറങ്ങിച്ചെല്ലുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം പലതരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും, എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വന്നപ്പോഴും ദൈവം എന്നോട് ചോദിച്ച, എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവിടെ സമ്മതിക്കില്ല. ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. രണ്ടാമത്തെ കാര്യം, നീതിമാൻ കുലുങ്ങി പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കില്ല എന്നുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളെയും നമുക്കൊന്ന് ഇന്ന് ചിന്തിക്കുവാൻ, പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ഇടയാകും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. എങ്ങനെയാണ് നമ്മുടെ ഭാരങ്ങൾ ദൈവത്തെങ്കിൽ വെച്ചുകൊള്ളുന്നത്? നമ്മൾ പലപ്പോഴും നമുക്ക് പല പ്രയാസങ്ങളുള്ളവരാണ്, പല വേദനകളുള്ളവരാണ്, പല പ്രതിസന്ധികളുള്ളവരാണ്. പക്ഷേ ഈ പ്രതിസന്ധികൾക്ക് അപ്പുറമായിട്ട് നമ്മൾ ദൈവമായിട്ട് കൂടുതൽ അടുക്കുന്നുണ്ടോ? നമ്മൾ ഈ ദൈവത്തോട് നമ്മൾ ഭാരങ്ങൾ വെക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? നമ്മൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുള്ളവരായിരിക്കാം ദൈവസന്നിധിയിൽ, ദൈവമേ എനിക്ക് പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളുണ്ട്, എനിക്ക് ഇന്ന് ദുഃഖങ്ങളുണ്ട്, എനിക്ക് ഇന്ന് വേദനകളുണ്ട്, സകലത്തും നമ്മൾ ദൈവത്തെങ്കിലേക്ക് പറയും. പക്ഷേ ദൈവത്തെങ്കിലേക്ക് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മൾ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ഭാരത്തെ വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ ദൈവത്തിങ്കിലേക്ക് കൊടുക്കാതെ നമ്മൾ അത് മുറുകെ പിടിച്ചിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നു. അതിനെ വിട്ടുകളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ മാറിപ്പോകാത്തത് എന്നുള്ളത് കാര്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും മുട്ടുമടക്കി പ്രാർത്ഥിക്കും, നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കും. പക്ഷേ ആ ഭാരങ്ങൾ ഉള്ളിൽ നിന്ന് മാറാത്തതിൻ്റെ ഏക കാരണം നമ്മളത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ സകലത് ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ടാണ് ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കത് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ അത് വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ദൈവത്തിങ്കിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാത്തിടത്തോളം കാലം ദൈവത്തിന് അതിൽ പ്രവർത്തിക്കുവാനും സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ഇതാണ് ഇവിടെ പറഞ്ഞത്, ഇതിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന് പറയുന്നത്. നമുക്കറിയാം പല ഇടങ്ങളിലായിട്ട് നമ്മൾ ഭാരങ്ങൾ ചുമക്കുന്നവരായിട്ട് കാണും. പണ്ട് ഞങ്ങളെ കണ്ണൂർ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട്, ചുമട് താങ്ങി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ചുമട് താങ്ങി എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, പണ്ട് കാലങ്ങളിൽ വാഹനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ആൾക്കാർ ചുമ്മിയിട്ടാണ് സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്കൊരു റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലമാണ് ഈ ചുമട് താങ്ങി എന്ന് പറയുന്നത്. അവിടെ ഒരു കല്ലിൻ്റെ ഇങ്ങനെ ഹൈറ്റിൽ വെച്ചിരിക്കുന്ന ഒരു കല്ലൊക്കെയാണ്. ആ കല്ലിലേക്ക് എന്ത് ചെയ്യും, ഈ ചുമട് അവിടെ വെക്കും. നമുക്ക് കേരളത്തിൽ പല ഇടങ്ങളിലായിട്ട് ഞാനത് കണ്ടിട്ടുണ്ട്. ചുമട് താങ്ങി എന്ന് പറയുന്ന സ്ഥലങ്ങളെ ഞാൻ കണ്ടിട്ടു. അപ്പോൾ ആ ചുമട് അവിടെ താങ്ങി വെച്ചിട്ട് ഇവർക്ക് ഒരു റെസ്റ്റാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു റെസ്റ്റ് എടുത്തിട്ട് അവർ വീണ്ടും ചുമക്കുവാൻ തയ്യാറാകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭാരം, നമ്മുടെ ഏത് ഭാരമായാലും ദൈവത്തിങ്കിലേക്ക് വെച്ചുകൊള്ളുവാനാണ് ദൈവം പറയുന്നത്. അവൻ നിന്നെ എന്ത് ചെയ്യും, പുലർത്തും. അതാണ് നീതിമാൻ കുലുങ്ങി പോകുവാൻ ഒരു നാൾ സംഭവിക്കുക. അതായത് ദൈവത്തിങ്കിലേക്ക് നമ്മൾ സകലത് വെച്ചുകൊള്ളാനാണ് പറഞ്ഞത്. ദൈവം കാര്യം ചെയ്തോളും, ദൈവം അതിന് ചുമ്മിക്കോളും. നമ്മൾ അതിന് ചുമ്മേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ നീതിമാന്മാരാണെങ്കിൽ ദൈവം അത് ചുമ്മിക്കോളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവം അതിനെ ചുമടെടുത്തുകൊണ്ട്, ദൈവം നമ്മുടെ ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് ദൈവം സഞ്ചരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവം ഭാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പോകുമ്പോഴേ അതിൻ്റെ മറുപടി അതിൻ്റെ മറുഭാഗം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഭാരം തീർന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു
മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരുമായുള്ളവരെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? ആശ്വാസം പകരാൻ ഈ ലോകത്തിൽ ഏക വ്യക്തിക്കേ സാധിക്കത്തുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. കാരണം ഇന്ന് ലോകത്തിൽ പലരും പല പ്രയാസങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അവരുടെ ഭാരങ്ങൾ കൂടുമ്പോൾ, കഷ്ടതകൾ കൂടുമ്പോൾ ആശ്രയിക്കുന്നത് ഈ ലോകത്തിലുള്ള പല ലഹരിക്കുമാണ്. മദ്യത്തിന് ആശ്രയിക്കുന്നു, അതുപോലെയുള്ള മറ്റു തരത്തിലുള്ള ലഹരികൾക്ക് ആശ്രയിക്കുന്നു. ഇതിനൊക്കെ കാരണം അവർക്ക് ഈ ലോകത്തിലൊരു ആശ്വാസം ലഭിക്കണം, അല്പനേരത്തേക്ക് ആശ്വാസം ലഭിക്കണമെന്നുള്ള ചിന്തകൾ കൊണ്ടാണ് പലപ്പോഴും പലരും ഈ ലഹരികൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ആശ്വാസം ലഭിക്കുന്ന ഏക സ്ഥലം കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിങ്കലാണ്. ആ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ സകല ഭാരങ്ങളും ഇറക്കി വെക്കാനാണ് ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മക്കളാണെന്ന് അവകാശപ്പെടുന്നവർ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വന്തം ജനമാണെന്ന് അവകാശപ്പെടുന്നവർ പോലും ദൈവത്തിങ്കിലേക്ക് തങ്ങളുടെ ഭാരങ്ങളെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഏറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു എന്ന് പറയുകയും നമ്മുടെ ഭാരങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മളെ ഭാരം കൊണ്ട് ചിന്തിച്ച് നടക്കേണ്ടുന്ന കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. നിന്റെ ഭാരം യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. 37-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിലാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ, നിന്റെ വഴി യഹോവ ഭരമേൽക്കുക, അവൻ നിന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിന്റെ വഴി യഹോവയിൽ എന്ത് ചെയ്യണം? ഭരമേൽപ്പിക്കണം. നമ്മൾ എവിടെ ചെന്നാലും, ഏത് യാത്രയിലൂടെ കടന്നു പോകുന്നാലും, നമ്മൾ ഏത് പ്രതിസന്ധി പോയാലും നിന്റെ വഴികളെ ആര് ഭരമേൽപ്പിക്കണം? ദൈവത്തിങ്കിലേക്ക് ഭരമേൽപ്പിക്കണം. നമുക്കറിയാം, നമ്മുടെ വഴികാട്ടി കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ അനുഗമിക്കുന്നവർ ഒരു നാളും എന്നെ അനുഗമിപ്പിൻ എന്നാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ വഴികളെ നമ്മൾ എവിടെ ചെല്ലണം, നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ള വഴികാട്ടിയായിട്ട് നമുക്ക് വേണ്ടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ദൈവമാണ്. അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ അയച്ചു, അവൻ നിങ്ങളുടെ സകല കാര്യങ്ങളും നിർവഹിക്കും. അതായത് ഒരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും, അവൻ നിങ്ങളുടെ സകല കാര്യങ്ങൾ നിർവഹിക്കും എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ പോകേണ്ടുന്ന വഴികളെ നമുക്ക് കാണിച്ചു തരും. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന കാര്യങ്ങളെ ദൈവം കാണിച്ചു തരും. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥകളാണ്, നീ ആ വഴി, ഞാൻ എൻ്റെതായ വഴികളിലൂടെ കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം പറയും, നോ പോകണ്ട, എൻ്റെ ഹൃദയത്തിൽ അത് കാണിച്ചു തരും. പക്ഷേ അതിന് വകവെക്കാതെ ഞാൻ അതിൽ പല കാര്യങ്ങളും ചിന്തിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളിലേക്ക് എടുത്തു ചാടി പോകുമ്പോൾ അവിടെ എനിക്ക് പ്രയാസങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നമ്മുടെ വഴികളെ കാണിച്ചു തരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനേക്ക് നമ്മൾ പരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിങ്കിൽ വെച്ചുകൊണ്ട് ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഉണ്ടാകത്തില്ല, പ്രയാസങ്ങൾ ഉണ്ടാകത്തില്ല, നല്ല വഴികളിലൂടെ നമുക്ക് നടക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്ത വാക്യം ഞാൻ വായിക്കുന്നു, സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 3-ാമത്തെ വാക്യം, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ പ്രവൃത്തികളെയും ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുക, ദൈവത്തിങ്കിലേക്ക് നമ്മളെ പ്രവൃത്തികളെ ദൈവത്തിലേക്ക് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ സകല ഉദ്ദേശങ്ങൾ സാധിച്ചു തരും. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്നില്ല, നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ ചിന്തകൾ കൊണ്ട് വ്യാകുലപ്പെട്ട് ഇനി എന്താകും, എൻ്റെ കടബാധ്യത എന്താകും, എൻ്റെ ഫ്യൂച്ചർ ലൈഫ് എന്താകും, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, അയ്യോ എൻ്റെ ജീവിതത്തിൽ എന്നെ നോക്കി നടത്താൻ ആരുമില്ല, അങ്ങനെ പല വ്യാകുലങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വ്യാകുലങ്ങളും ഈ പ്രയാസങ്ങളും ഈ ചിന്തകളും ദൈവത്തെങ്കിലേക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഭരമേൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാത്രമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. നിന്റെ ഭാരങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അടുത്ത വാക്യം നമ്മളേക്ക് കലർന്നു ചെല്ലുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം, നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ എന്ത് ചെയ്യണം? ഇട്ടുകൊള്ളുക. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്, നിന്റെ സകല ഭാരങ്ങൾ എൻ്റെ മേൽ വെച്ചുകൊള്ളുക, നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാൾ സംഭവിക്കില്ല. 1-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറയുകയാണ്. ഇട്ടുകൊള്ളുകാനാണ് പറയുന്നത്. ഒരിക്കലും അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് ജീവിക്കേണ്ടെന്ന ആവശ്യം നമുക്ക് ക്രിസ്തീയ മക്കൾക്ക് ഇല്ല എന്നാണ് ദൈവം പറയുന്നത്. സകല ഭാരങ്ങളും ദൈവത്തിൽ ഇട്ടുകൊടുത്തിട്ട് നീ ഫ്രീ ആയി നടന്നോ, ഞാൻ നിന്റെ
പ്രയാസങ്ങളെ വഹിച്ചുകൊള്ളാം. നീ ഫ്രീ ആയിട്ട് നടന്നോ, നീ നീ എൻ്റെ കുഞ്ഞാണെങ്കിൽ നീ ഫ്രീ ആയിട്ട് നടന്നോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ വഹിച്ചു കൊള്ളുക. നമുക്കറിയാം ഒരു ചെറിയ കുഞ്ഞ് ജനിച്ച് വളർന്ന്, എനിക്കൊരു മോളുണ്ട്. ആ മോളിന് കുറേ വയസ്സാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു, അവളെ എടുത്തുകൊണ്ടേ നടന്നു. ഇപ്പോഴും നമ്മൾ അവിടെ എടുത്തുകൊണ്ടേ നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുഞ്ഞ് ഫ്രീ ആയിക്കോട്ടെ, ആ കുഞ്ഞിനൊരു പ്രയാസം വരരുത്, കാലിന് വേദന വരരുത്. ആ കുഞ്ഞ് വളരും തോറും വളരുവാൻ വേണ്ടി നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു കല്ലിൽ തൊട്ടിപ്പോകാതിരിക്കുവാൻ വേണ്ടി, പ്രയാസങ്ങളിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കുഞ്ഞിനെ എടുത്തിട്ടൊക്കെ നടക്കും. കാരണം എന്താ, കുഞ്ഞെ ഞാൻ നിന്നെ വഹിച്ചുകൊള്ളാം, എൻ്റെ മോളെ ഞാൻ എടുത്തു നടക്കുന്നത് അവൾക്കൊരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പം അപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ കരങ്ങളെ, ദൈവത്തെ അതുപോലെ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ ദൈവം എന്ത് ചെയ്യാണ്, നമ്മൾ ഓരോരുത്തരെ വഹിച്ച് മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. ദൈവത്തെങ്കിലും ഇട്ടുകൊള്ളുക. ദൈവം നമ്മുടെ ചിന്താകുലങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും വഹിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം, ആരാധിക്കണം. നമ്മൾ ആ ദൈവത്തെ നമസ്കരിക്കണം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തെങ്കിലേക്കാണ് നമ്മുടെ സകല ചിന്താകുലങ്ങളും ഇട്ടിട്ട് മുന്നോട്ട് പോകരുത്. നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന പരിശുദ്ധാത്മാവിങ്കിലേക്ക്, ദൈവത്തെങ്കിലേക്ക് നമ്മുടെ സകല ഭാരങ്ങൾ ഇട്ടുകൊള്ളുക. പരിശുദ്ധാത്മാവ് നമ്മളെ കാര്യങ്ങൾ സകലതും നോക്കിക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ അടുത്ത വാക്യത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്ന സങ്കീർത്തനം 55 22 വാക്യം. നീതിമാൻ ഒരു നാൾ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കില്ല. ഇവിടെ കാണുന്ന നീതിമാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആദ്യം പറയാം, ഭാരങ്ങൾ വഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അപ്പോൾ ഭാരം ദൈവത്തെങ്കിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ, ആ ഭാരം ദൈവം ചുമക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരായിത്തീരണം, നമ്മൾ നീതിമാന്മാരായിത്തീരണം. ഈ നീതിമാൻ എങ്ങനെയാണ്, എപ്രകാരമുള്ളവരാണ് ഈ നീതിമാൻ എന്നാണ് അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്. നീതിമാന്മാർ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീതിമാൻ എന്ന് പറയുന്ന വ്യക്തി, അവൻ സങ്കീർത്തന പുസ്തകം 64 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും, ഹൃദയപരമാർത്ഥികൾ എല്ലാവരും പുകഴും. നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കുന്നവനാണ്. ഒരു നീതിമാനായിരിക്കുന്ന വ്യക്തി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്, നീതിമാനായിട്ട് കാണുക. അവൻ്റെ ഈച്ച് ആൻഡ് എവരിത്തിങ് ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവനെയാണ് ദൈവം നീതിമാനായിട്ട് കണക്കാക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരെ പോലെ വളരും. സങ്കീർത്തന പുസ്തകം 92 വാക്യത്തിലാണ് നമ്മൾ പറയുന്നത്. നീതിമാൻ പന പോലെ തഴച്ചു വരും. നീതിമാൻ ഉയരങ്ങളിലേക്ക്, അവൻ എത്ര പ്രതിസന്ധി വന്നാലും പ്രയാസങ്ങൾ വന്നാലും കഷ്ടതകൾ വന്നാലും അവൻ ഉയരങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെബാനോനിലെ ദേവദാര് പോലെ അവൻ തഴച്ചു വരും. അടുത്ത കാര്യം പറഞ്ഞു, നീതിമാൻ തൻ്റെ മൃഗത്തിൻ്റെ പ്രാണാനുഭവം അറിയുന്നു. നീതിമാൻ എന്തെയാണ്, മൃഗങ്ങളുടെ കാര്യങ്ങളിൽ പോലും അവൻ അത് എല്ലാ കാര്യത്തിലും ഈച്ച് ആൻഡ് എവരിത്തിങ്ങിലും അവൻ അറിഞ്ഞിരിക്കും. കാരണം അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്, അവൻ എല്ലാവരെയും കരുതുന്നവനാണ്, അവൻ ദയയുള്ളവനാണ്, കരുണയുള്ളവനാണ്, അവൻ സ്നേഹമുള്ളവനാണ്, സകലരെയും സ്നേഹിക്കുവാൻ തയ്യാറാകുന്നവൻ. ഇവനെയാണ് നീതിമാനാണ് എന്ന് ദൈവം കണക്കിടുന്നത്. അപ്രകാരം അടുത്ത വാക്യത്തിലേക്ക് പറയുന്നു, നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. സദൃശ്യവാക്യങ്ങൾ 11 വാക്യം. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിൻ്റെ അർത്ഥം നീതിമാന് കഷ്ടമില്ലെന്നല്ല, നീതിമാന്മാർക്ക് കഷ്ടമുണ്ട്, പക്ഷേ എന്നാൽ അതിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നു. അവനെ രക്ഷപ്പെടുത്തുന്ന ആരാണ്, ദൈവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നീതിമാൻ ദൈവത്തെങ്കിൽ ആശ്രയിക്കുന്നു. അതാണ് നീതിമാന്മാർ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ്റെ ആ കഷ്ടത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യും, രക്ഷ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത വാക്യം കൂടെ വായിക്കുന്നു, നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 12:26. നീതിമാൻ കൂട്ടുകാരൻ എന്താണ്, വഴികാട്ടിയാണ്. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയായിട്ട് മുന്നോട്ട് പോകുന്നവനാണ്. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലരും ലഹരിയിലേക്ക് പോകുന്നത് കൂട്ടുകെട്ട് കൊണ്ടാണ്. പലപ്പോഴും ലഹരികൾക്കും അതുപോലുള്ള ദുഷിച്ച കൂട്ടുകൾക്ക് അടിമപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നീതിമാന്മാരിലൂടെ കടന്നു ചെല്ലുന്ന വ്യക്തി നല്ല വഴികാട്ടി. നീതിമാൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നല്ല വഴികാട്ടിയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും, എന്നെ അനുഗമിപ്പാനാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നല്ല മാർഗം മാത്രമേ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ദൈവത്തിന്റെ വഴികളിലൂടെ കടന്നു ചെല്ലാനാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വഴിയെ അനുഭവിപ്പിൻ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന ശിഷ്യന്മാരായിരിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്ന് അവകാശപ്പെടുന്ന നമ്മൾക്ക് എന്തില്ല,
നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും നീതിമാന്മാരായിട്ട് നമുക്ക് ഇരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ദൈവം പറയുന്നൊരു കാര്യം, നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അങ്ങ് നീതിമാനാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കണം. ആ വഴികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. വഴികാട്ടിയാകുന്നവർ നമ്മളായിത്തീരുവാൻ എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഇറക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അതിൽ അഭയം പ്രാപിക്കുന്നു. ഇത് തന്നെയാണ് ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. എന്താണ്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ബലമുള്ള ഗോപുരത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നീതിമാൻ അതിലേക്ക് ഓടിച്ചെല്ലണം. ഞാൻ നീതിമാനാണെങ്കിൽ ഞാൻ ഓടിച്ചെല്ലേണ്ടത് ദൈവത്തിന്റെ നാമത്തെങ്കിലേക്കാണ്, ദൈവത്തെങ്കിലേക്കാണ് നമ്മൾ ഓടിച്ചെല്ലേണ്ടത്. അവിടെ നമുക്ക് എന്ത് ചെയ്യും? അഭയമുണ്ട്. നമുക്ക് സകലത്തിനും, നമുക്ക് പ്രയാസങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും നമുക്ക് എന്തുണ്ട്? അവിടെ അഭയമുണ്ട്. ദൈവം നമ്മളെ അവിടെ പരിപാലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്രകാരം ദൈവത്തിങ്കിലേക്ക് നമ്മളെ സകല ഭാരങ്ങളും വെച്ചുകൊണ്ട്, ദൈവമേ എൻ്റെ അഭയം അങ്ങ് മാത്രമാണ്. ഇനിയുള്ള ജീവിതം കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വന്നപ്പോഴും എൻ്റെ ഭാരങ്ങൾ സകലതും ദൈവത്തിങ്കിൽ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, അതിന് എന്നെ സഹായിക്കണമേ കർത്താവേ. അങ്ങിൽ നിന്ന് ആശ്രയിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ പലപ്പോഴും എന്നെ പലരും ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോഴും എന്നെ പലരും ദുഷിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു ആശ്വാസം എനിക്ക് ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് നമുക്ക് ജീവിക്കാം. ദൈവത്തിങ്കിലേക്ക് സകല ഭാരങ്ങളും ഇട്ടുകൊള്ളുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അവനിൽ തന്നെ ദൈവത്തിങ്കിൽ വെച്ചുകൊള്ളുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവമായിട്ടൊരു ബന്ധം വേണം. ആ ദൈവത്തിങ്കിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ വെച്ച് നടക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ അനുഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച്, അല്ലെങ്കിൽ എനിക്കൊരു എനിക്ക് ലോണുകളുണ്ട്, കടബാധ്യതകളുണ്ട്, പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രതിസന്ധികളിലും ഒന്നും എന്നെ ബാധിക്കാതെ ഞാൻ ചിരിച്ച് കളിച്ച് നടക്കുമ്പോൾ പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, നിനക്കെന്താ ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലേ? നിനക്കെന്താ ഇതിനെക്കുറിച്ചൊന്നും വ്യാകുലതയില്ലേ? നിനക്കൊരു മെച്യൂരിറ്റി ഇതുവരെ വന്നിട്ടില്ല, കുട്ടികളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഏക മറുപടി ഇതാണ്, എൻ്റെ ഭാരം ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. എൻ്റെ ഭാരം ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ട് എൻ്റെ സകല ചിന്താകളും യഹോവയിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമാണ്. അതുകൊണ്ടാണ് ലേഖന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം അതാണ്. ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതിന്റെ ഏക കാരണം എൻ്റെ സകല ഭാരങ്ങളും ചുമക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. നിന്റെ ഭാരം ചുമക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എനിക്ക് ആശ്വാസമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ആ സമാധാനവും സന്തോഷവും ആശ്വാസവും നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തർ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളിൽ വേരൂന്നി ജീവിക്കുവാൻ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.